ആലപ്പുഴ ജില്ലയിലെ ഒരു ഡിവൈഎസ്പിക്കെതിരായിട്ട് അതിശക്തമായ നടപടികൾ വരുന്നുകൊണ്ടിരിക്കുന്നു. അയാളെ അടിയന്തരമായിട്ട് ജില്ലയിൽ നിന്ന് മാറ്റണം. കാരണം അയാൾ അവിടുത്തുകാരൻ തന്നെയാണ്. അവിടെ എങ്ങനെയാണ് ഒരു ഡിവൈഎസ്പിയെ പോസ്റ്റ് ചെയ്യുന്നത്? സ്വന്തം പോലീസ് സ്റ്റേഷനിൽ അത് അവിടെ തന്നെ SI-മാരായിട്ടും CI-മാരായിട്ടും ഡിവൈഎസ്പിമാരായിട്ടും ഇരിക്കാൻ പാടില്ല. അത് ഗവൺമെൻറ് കോൺട്രാക്ട് റൂൾ അനുസരിച്ച് എതിരാണ്. ഒരാളെയും പോലീസ് സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടർ മുകളിലോട്ട് വരുന്ന ഒരാൾ അതാത് ഡിസ്ട്രിക്റ്റിൽ പോസ്റ്റ് ചെയ്യാൻ പാടില്ല. ഞങ്ങളുടെയൊക്കെ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് ആ സബ് ഡിവിഷനിൽ ഒരിക്കലും പോസ്റ്റ് ചെയ്യാൻ പാടില്ല. പക്ഷേ ആരോപണ വിധേയനായ DYSP അയാൾ ജനിച്ചു വളർന്ന ആ സബ് ഡിവിഷനിൽ തന്നെ DYSP ആയിട്ട് ഇരിക്കുന്നത് വളരെ പരിതാപകരമായ ഒരവസ്ഥയിലേക്ക് പോലീസിനെ എത്തിച്ചു എന്നാണ് കാണുന്നത്. പോലീസിൻ്റെ ഡിസിപ്ലിൻ അനുസരിച്ച് അങ്ങനെ അവരെ ഒരിക്കലും പോസ്റ്റ് ചെയ്യാൻ പാടില്ല എന്നുള്ള, അതുകൊണ്ട് അടിയന്തരമായിട്ട് അയാളെ ലോ ആൻഡ് ഓർഡറിൽ നിന്ന് മാറ്റുന്നത് സർക്കാരിന് ഉചിതമായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോഴത്തെ ഈ ഒരു സംഭവവികാസങ്ങൾ, ഈ മർദ്ദനം നടന്ന പല പോലീസ് സ്റ്റേഷൻ, തൃക്കോടിത്താനമുണ്ട്, കോട്ടയമുണ്ട്, തൊടുപുഴയുണ്ട്, അതുപോലെ തന്നെ കോഴിക്കോട് ചില സ്ഥലങ്ങളിലുണ്ട്. പല സ്ഥലങ്ങളിലും ഗുരുതരമായ പരിക്കേറ്റ്, പോലീസ് മർദ്ദനത്തെ ഗുരുതര പരിക്കേറ്റ പലരും ഇന്ന് രംഗത്ത് കൊണ്ടുവന്നിരിക്കുന്നു. അവർ പലരും ക്രിമിനൽ കേസുകൾ കൊടുത്തുകൊണ്ടിരിക്കുന്നതാണ് കാണുന്നത്. നേരത്തെ കൊടുത്തതിൻ്റെ നടപടികൾ ഇപ്പോഴും മുന്നോട്ട് പോകുന്നു. വർഷങ്ങളായിട്ട് അത് ഇഴഞ്ഞിഴഞ്ഞു പോകുന്നു. ഏതായാലും കോടതിയും അതുപോലെ തന്നെ പോലീസും അടിയന്തരമായി ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. കാരണം അത്ര നീട്ടിക്കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. ഒരു മനുഷ്യനെ മാരകമായി അധികാരികൾ പരിക്കേൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ കൃത്യമായ നടപടി കേരളത്തിൽ ഉണ്ടാകണം. അത് പോലീസിൻ്റെ ഭാഗത്തായാലും ആരുടെ ഭാഗത്തുണ്ടായാലും ആ നടപടിയിലേക്ക് കോടതികളെല്ലാം നീങ്ങുമെന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ഇപ്പം തന്നെ ഈ ആലപ്പുഴ DYSP അവിടെ ഒരു കോടതി ശിക്ഷിച്ചിട്ടുണ്ട്. അയാൾ അതിന് അപ്പീൽ കിടക്കുകയാണ്. രണ്ടാമത്തെ കോടതിയും ശിക്ഷിച്ചിട്ടുണ്ട്. 2 കേസിനകത്ത് അയാളെ ശിക്ഷിച്ചിട്ടുണ്ട്. ഒരിക്കലും എത്ര മാന്യനായാലും അയാളെപ്പോലുള്ള ഒരാളെ അസോസിയേഷൻ്റെ പ്രസിഡൻ്റാക്കി ഇരുത്താനും കഴിയില്ല. കേരളത്തിലെ പോലീസ് അസോസിയേഷൻ നിരോധിക്കണമെന്ന് ഞാൻ കുറേ നാളുകൊണ്ട് പറയുന്നത് അതിനൊക്കെ ചില കാരണങ്ങളാണ് ഇപ്പം പൊതുജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. രാഷ്ട്രീയമായി ചിന്തിക്കുന്ന ധാരാളം പോലീസ് ഉദ്യോഗസ്ഥന്മാരെ കവറ്റകൾ പോലീസിൽ ഇരുത്താൻ പാടില്ല. അവർക്കൊരു അസോസിയേഷൻ ഉണ്ടാക്കുന്നത് നല്ലതല്ല. മേലുദ്യോഗസ്ഥന്മാരെ അതുപോലെ രാഷ്ട്രീയ നേതാക്കളെയും പ്രീണിപ്പിക്കാനുള്ള തന്ത്രം അവർക്കറിയാം. അങ്ങനെ തന്ത്രത്തിൽ പലരും പല പൊസിഷനും പൊതുജനങ്ങളെ വാരിക്കേറി ചവിട്ടി അവരുടെ കാല് ഓടിച്ചവരെയും അവരെ നെഞ്ചു നോക്കി ചവിട്ടിയവരെയും അങ്ങനെയുള്ള ധാരാളം ഉദ്യോഗസ്ഥന്മാർ അതേ പോസ്റ്റിൽ തന്നെ വേറൊരു സ്ഥലത്ത് ഒരു ജില്ല മാറി ഇരിക്കുന്നത് കാണുമ്പോൾ സങ്കടം തോന്നുന്നുണ്ട്. അതൊരിക്കലും അനുവദിക്കാൻ പാടില്ല. ഇന്ന് വരെ പരാതി ആരോപണ വിധേയരായിരിക്കുന്ന ഏത് പോലീസ് ഉദ്യോഗസ്ഥനെ ഏത് റാങ്കിലേക്ക് പോയാലും ശരി, അവരെ അടിയന്തരമായിട്ട് പൊതുജനങ്ങളുമായിട്ട് ഇടപെടുന്ന ഒരു പോസ്റ്റിൽ ഇരുത്താൻ പാടില്ല. അവരെ എത്രയും പെട്ടെന്ന് വിഡ്രോ ചെയ്യാനൊരു സ്പെഷ്യൽ ബ്രാഞ്ച് അങ്ങനെയുള്ള ഒരു ലിസ്റ്റ് ഗവൺമെൻറ് കൊടുത്തിട്ട് അല്ലെങ്കിൽ DGP കൊടുത്തിട്ട് അടിയന്തരമായിട്ട് ഇവരെയൊക്കെ മാറ്റി അവരെയൊക്കെ പൊതുജനവുമായിട്ട് ഇൻട്രാക്ഷൻ വരാത്ത സ്ഥലങ്ങളിലേക്ക് പോസ്റ്റ് ചെയ്യണം എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. കാരണം ഇപ്പം വന്നിരിക്കുന്ന ത്രെഡ് അത് നിസ്സാരമായിട്ട് കളയരുത്. കാരണം അതിനാണ് ഞാൻ പറയുന്നത് അഡീഷണൽ ആയിട്ടുള്ള സ്ട്രെങ്ത് പീച്ചി പോലീസ് സ്റ്റേഷനിലും അതുപോലെ തന്നെ ഈ കുന്നംകുളം പോലീസ് സ്റ്റേഷനിലും പോസ്റ്റ് ചെയ്യണം. കാരണം ഇതുപോലെയുള്ള വേറിട്ട് ചിന്താഗതിക്കാരും ഒറ്റയ്ക്ക് നടക്കുന്നവരും പ്രാദേശികമായ ഇതുപോലെയുള്ള പ്രശ്നത്തിൽ ഇടപെടുന്നവരും അവർ ഒറ്റയ്ക്ക് നിന്ന് ഫൈറ്റ് ചെയ്യുന്നവരും ഒക്കെ അതിക്രമം കാണിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. അതുകൊണ്ട് അത് പ്രിവെൻറ്റ് ചെയ്യാൻ അടിയന്തരമായി ഈ സ്ഥലങ്ങളിൽ ഈ 2 പോലീസ് സ്റ്റേഷനിലും എങ്കിലും അടിയന്തരമായിട്ട് അഡീഷണൽ ഫോഴ്സുകൾ പോലീസ് സ്റ്റേഷൻ്റെ 4 ചുറ്റിലും പോസ്റ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു എന്നാണ് ഞാൻ കരുതുന്നത്.